ഹായ് ഹോൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ എടുക്കാൻ വരുന്നത് നിസീദയാണ്. നിസീദ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. ആള് സൈക്കോളജി ഡിപ്ലോമ കംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ NLP ചെയ്തൊരു ആളും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നിസീദാനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം നിസീദ. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നസീദ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട്. ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അഡിക്ഷനെ കുറിച്ചാണ്. ഒരു ഭയങ്കര ഗാഢമായിട്ടുള്ള ഒരു ക്ലാസ് എന്ന രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കിംഗ്, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. കുഞ്ഞു മക്കൾ മുതൽ മുതിർന്നവർ വരെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡായി മാറിയിരിക്കുകയാണ് അഡിക്ഷൻ എന്നുള്ളത്. എന്തെങ്കിലും പറയുമ്പോൾ ചോദിക്കും, നീ അതിന് അഡിക്റ്റ് ആയ എന്ന് വരെ ആയിരിക്കും കുഞ്ഞുമക്കൾ ചോദിക്കുക, അല്ലേ? അപ്പോൾ എന്താണ് അഡിക്ഷൻ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തു ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തിനോട് നമുക്ക് അമിതമായിട്ട്, സാധാരണയിൽ കവിഞ്ഞായിട്ട് ഒരു അമിതമായ ഒരു ആസക്തി തോന്നുകയാണെങ്കിൽ അതിന് അഡിക്ഷൻ എന്ന് പറയും. അമിതമായാൽ അമൃതം വിഷമാണ്. അതെ, നമുക്ക് തോന്നുന്ന, നമുക്ക് സന്തോഷം ഉണ്ടാക്കണം, അത് നമ്മളുടെ തലച്ചോറിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായാൽ പോലും അത് അമിതമായാൽ, ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മളുടെ ഫോക്കസ് കേന്ദ്രീകരിച്ചാൽ അതൊരു വിഷം തന്നെയാണ്. ആ ഒരു കാര്യം നമ്മളുടെ ലൈഫ് ലോങ്, ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് കാര്യമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് നമ്മളുടെ ഈ അഡിക്ഷൻ ഫിസിക്കലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, അത് നമ്മളുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കും. റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലായിരിക്കാം, ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ ആയാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ അഡിക്ഷൻ മുഖേന ഉണ്ടാകാം. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ഫാമിലി ലൈഫിനെ, അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള അഡിക്ഷൻസ് ആണ് ഉള്ളത്. സബ്സ്റ്റൻസ് യൂസ് അഡിക്ഷൻസും നോൺ സബ്സ്റ്റൻസ് യൂസ് അഡിക്ഷൻസ്, അതായത് ബിഹേവിയർ അഡിക്ഷൻസും. ഓക്കെ, അഡിക്ഷനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ ഈ അഡിക്ഷൻസ് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അഡിക്ഷൻസ് ആണ് നമ്മളുടെ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മൊബൈൽ അഡിക്ഷൻ, അല്ലേ? എല്ലാവരും എപ്പോഴും പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് മൊബൈൽ അഡിക്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ പറയാം പുകവലി, മദ്യപാനം, അതിനേക്കാളും ഒരു പൊടി മുന്നിൽ നിൽക്കുന്നത് കഞ്ചാവ്. ഇപ്പോൾ പല പേരിലും പലതരത്തിലും പല രൂപത്തിലുമായിട്ട് പലതരത്തിലുള്ള ലഹരി അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം നമുക്ക്. അപ്പോൾ നമ്മളുടെ മക്കളുടെ ഫസ്റ്റ് അഡിക്ഷനാണ് മൊബൈൽ അഡിക്ഷൻ. അതെല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മൊബൈൽ അഡിക്ഷനെ കുറിച്ച്. മൊബൈൽ അഡിക്ഷൻ ഇപ്പോൾ ജനിച്ചു വീണ മക്കൾക്ക് വരെ ഫോൺ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. 6 മാസമായ കുട്ടി വരെയും സെൽഫിക്ക് പോസ് ചെയ്യും, ഇല്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. 6 മാസമായ കുട്ടി വരെയും സെൽഫി എടുക്കുമ്പോൾ അതിൽ നോക്കി ചിരിക്കും, കളിക്കും ഒക്കെ ചെയ്യും. അതെന്താണ്? അത് നമ്മളും അതങ്ങോട്ട് ശീലിപ്പിച്ചു മക്കളെ. അതുപോലെ നമ്മളുടെ കുഞ്ഞു മക്കൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊരു നാണക്കേട് പോലെയാണ് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു 7 വയസ്സ് വരെ നമ്മളുടെ മക്കൾക്ക് ഒരു കാരണവശാലും മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം കഴിപ്പിക്കാനായിക്കോട്ടെ,
അല്ലെങ്കിൽ ഒന്ന് അടങ്ങിയിരിക്കാനായിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മൊബൈലിനെയാണ്. നമുക്ക് വീട്ടിൽ പണിയുണ്ടാവും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബിസി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായിട്ടോ റിലേറ്റീവ്സിനായിട്ടോ സംസാരിക്കുമ്പോൾ ആ കുട്ടി നമുക്കൊരു തരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ. അത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന്, മൊബൈൽ യൂസേജിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ എന്തെല്ലാ തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അതിന്റെ ദോഷഫലങ്ങൾ, അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുട്ടീനെ ബാധിക്കുന്നുണ്ടെന്നെല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാമെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് മോചിതരായിട്ടില്ല. ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വിട്ടുപോരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന 7 വയസ്സ് വരെയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ച് അറിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഈ LKG UKG മക്കൾക്കാണ് അല്ലെ. അവരുടെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഓൺലൈൻ സ്റ്റഡി മൊത്തം കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തേക്കണത് അവരുടെ വോയിസ് വിടല്, പഠിച്ച കാര്യങ്ങൾ പറയല്, ആക്ടിവിറ്റീസുകൾ, എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ കൂടി ആയപ്പോൾ അത് നമ്മളുടെ മക്കള്, ഒരിക്കലും ഫോൺ ഉപയോഗിക്കാത്ത മക്കൾ വരെ ഫോണിൽ നോക്കിയിരിക്കാനായി, ഫോണിൽ ക്ലാസ് കേൾക്കലായി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വോയിസ് വിടണം, ഓരോ സബ്ജക്റ്റിലും പഠിച്ച കാര്യങ്ങൾ വോയിസ് വിടണം, അവരെഴുതിയ കാര്യങ്ങൾ സെൻഡ് ചെയ്യണം. അങ്ങനെ എന്തിനും ഏതിനും നമുക്ക് ഫോൺ ഇല്ലാതെ പറ്റാതെയായി. നമ്മൾ പുറത്ത് കളിക്കാൻ, കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പുറത്ത് കളിക്കാൻ നമുക്ക് വിടാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ കൂടുതലും കുട്ടികളും റൂമിലിരുന്ന്, അപ്പോൾ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അവരും പതുക്കെ ഫോണിൽ ടച്ച് ചെയ്ത് നോക്കുകയാണ്, എന്താണ് ഓരോന്നോരോന്നും അവർ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അതിൽ കൂടി ഒരു സന്തോഷം കണ്ടെത്താണ്. അതിങ്ങനെ മാറി മറിയുന്നത് കാണുമ്പോൾ ചിത്രങ്ങൾ, ആദ്യം നമ്മളുടെ ഫോട്ടോസ് നോക്കലായിരുന്നു, അത് കഴിഞ്ഞ് അവർ നമ്മൾ തന്നെ എടുത്ത വീഡിയോസ് നോക്കലായി, അതിൽ നിന്ന് പതുക്കെ അവർ യൂട്യൂബ് കാണലായി, പിന്നെ റീൽസ് കാണലായി അല്ലേ. ചെറിയ കുട്ടികളെ പോലെ തന്നെ വളരെ മുതിർന്ന കുട്ടികളെയും മുതിർന്നവരെയും ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മളുടെ ഫോൺ ഉപയോഗം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒട്ടും ഉപയോഗിക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന പലരും വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യലായി അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മോചിതരാകാനും വളരെയധികം സമയമെടുത്തുകൊണ്ട്, അത് കാരണം നമ്മളുടെ ഒരു ജീവിത ശൈലിയായി അത് മാറി. അതിൽ നിന്ന് മോചിതനാവുക എന്നുള്ളത് വളരെയധികം ടാസ്ക് പിടിച്ചൊരു പണിയായി. നമ്മൾക്ക് ഇപ്പോ കുട്ടികള് വീഡിയോ ഗെയിം കളിക്കലായിട്ടും അതിനൊക്കെ ഒരു അഡിക്ഷൻ കണ്ടെത്തി. മൊബൈൽ അഡിക്ഷൻ പ്ലസ് ഗെയിം അഡിക്ഷനായി മക്കൾക്ക്. പുറത്തിറങ്ങി കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായപ്പോഴാണ് ഈ ഓൺലൈൻ ഗെയിമിങ്ങിലേക്ക് മക്കൾ കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. കൂടുതൽ അവര് ഒരു കുട്ടി പറഞ്ഞ് അടുത്ത കുട്ടി പറഞ്ഞ് അങ്ങനെ അതിൽ കൂടിയുള്ള ഒരു ഗെയിം ആയി പിന്നെ മക്കള്. അതും അതിന്റെ ദൂഷ്യഫലങ്ങളും നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മൊബൈൽ എത്രത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് മക്കളുടെ ഉറക്കത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അത് ബുദ്ധിയുടെ വളർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് മക്കളെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളുടെ മക്കളെ ഈ ഒരു മൊബൈൽ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് ശരിക്കും ഒരു ഫാമിലി സപ്പോർട്ട് വേണം. അതുപോലെ ഒരു ക്ലാസ് കേട്ട് അപ്പൊ തന്നെ ഇനി തൊട്ട് നിനക്ക് ഞാൻ ഫോൺ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഇതായി കഴിഞ്ഞാല് പിറ്റേ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ കൊടുത്തു പോകും അല്ലെ. നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളുടെ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് ഫോൺ കൊടുക്കും. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്
അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, നമ്മളുടെ തലച്ചോറിന് ബുദ്ധിമുട്ടാണ്, അതിന് കണ്ണിൻ്റെ കാഴ്ചക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതിൻ്റെ ദോഷഫലങ്ങൾ ഓരോന്നോരോന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. അതിനോടൊപ്പം ഒറ്റയടിക്ക് നിർത്താതെ അവർ കളിച്ചിരുന്ന ഗെയിം ആയിക്കോട്ടെ, അവർ കണ്ടിരുന്ന മൊബൈൽ യൂസ് ചെയ്തിരുന്ന സമയമായിക്കോട്ടെ, ഒറ്റയടിക്ക് നിർത്താതെ സമയം ക്രമീകരിച്ചുകൊണ്ട് കുറവാക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ അതിൽ നിന്ന് നമുക്ക് മക്കളെ മോചിതരാക്കാം. ഇപ്പോൾ ചില കുട്ടികൾ ഉറങ്ങണ സമയത്ത് കിടന്നിങ്ങനെ കണ്ടു ഉറങ്ങിപ്പോവും. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിനക്ക് കാണണം എന്നുണ്ടെങ്കിൽ നീ ഇരുന്ന് ടേബിളിൻ്റെ അവിടെ വന്നിരുന്ന് പുറത്ത് വന്നിരുന്ന് കണ്ടോ, കണ്ടു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കണ്ടിട്ട് നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് പോയി കിടന്നു. അങ്ങനെ പല രീതിയിൽ നമ്മളുടെ മക്കളുടെ എങ്ങനെയൊക്കെയാണോ മക്കൾ യൂസ് ചെയ്യണത് തരം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മക്കൾക്ക് സമയം ക്രമീകരിച്ചിട്ട് പതുക്കെ പതുക്കെ അതിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരാം. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പാടെ അതിനെ ഒഴിച്ചുകൂടാനായിട്ട് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ സമയം ക്രമീകരിച്ചുകൊണ്ട് കുറയ്ക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം അതും കൂടി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. സൺഗ്ലാസ് പോലെയുള്ളത് യൂസ് ചെയ്യാനും, ഇപ്പോൾ ചെറിയ ഗ്ലാസ്സൊക്കെ കിട്ടും, അത് യൂസ് ചെയ്തിട്ടും ഇടയ്ക്ക് മുഖം കഴുകിയിട്ടും. വെച്ചാൽ ഇപ്പോഴത്തെ പഠനങ്ങളും കൂടുതലും ഓൺലൈനിൽ കൂടിയും ഒക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം യൂട്യൂബും വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലഘട്ടം കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്നത് പണ്ടത്തെ സിസ്റ്റം പോലെ ആയെങ്കിലും ഈ ചെറിയ മക്കൾക്കുള്ള ക്ലാസ്സുകൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഉപകാരമാണെങ്കിൽ പോലും അതിൽ വീണ്ടും നമ്മളുടെ മക്കൾക്ക് ഈ ഫോൺ ഉപയോഗം തന്നെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നോട്ട്സ് വിടാനായാലും വായിച്ച് വിടാനായാലും എല്ലാ ദിവസവും വോയിസ് അയക്കണം, എല്ലാ ദിവസവും ആക്ടിവിറ്റികൾ വിടണം. അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പോൾ ഡയറി സിസ്റ്റം, പണ്ടൊക്കെ നമുക്ക് ഡയറി ആയിരുന്നു, ഇപ്പോൾ ഡയറി സിസ്റ്റം ഒന്നുമില്ല. അത് ഇപ്പോൾ വാട്സപ്പിലായി, ഗ്രൂപ്പുകളായി. അതൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം ഇതുപോലെ മക്കളുടെ പഠിപ്പിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ മക്കൾക്ക് ഫോണ് അവരുടെ അടുത്ത് നിന്ന് മാറ്റാൻ പറ്റാത്തൊരു, പഠിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് നിന്ന് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോണിനെ കുറിച്ച് ഒരു അഡിക്ഷനെ കുറിച്ചും എല്ലാവർക്കും നന്നായിട്ട് അറിയാം, അതിൻ്റെ ദോഷഫലങ്ങളെ കുറിച്ചും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞെങ്കിലും, അതേപോലെ നമ്മളുടെ മക്കളിൽ ഇപ്പോൾ കാണുന്ന ഒരു അഡിക്ഷനാണ് ലഹരി അഡിക്ഷൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മറ്റൊരു അഡിക്ഷനാണ് ലഹരി അഡിക്ഷൻ. ഈ ലഹരി അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ലഹരി അഡിക്ഷൻ? ഒരിക്കലും നമ്മൾ ഒരു കുട്ടിയും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അതിലേക്ക് എത്തിപ്പെടുന്നത്. ഈ ലഹരി അഡിക്ഷൻ നമുക്ക് ശരിക്കും എങ്ങനെയാണ് അവരിലേക്ക് എത്താം? ഈ ലഹരിയിലേക്ക് എത്തിയിട്ടുള്ള ഒരുവിധം കുട്ടികളെയും നമ്മൾ നോക്കിയാൽ കാണാം, അവരുടെ കുടുംബാന്തരീക്ഷം. ഇവർ ഒന്നല്ലെങ്കിൽ അച്ഛനമ്മയും വേർപെട്ടായിരിക്കാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്നും തല്ലും ബഹളമായിരിക്കാം. അവർ തമ്മിലുള്ള ഒരു സ്നേഹമൊന്നും ഈ കുട്ടികൾക്ക് ഒരു സ്നേഹം കിട്ടുക വേറുള്ളതോ ഒന്നുമില്ല. അങ്ങനെ ഒരു ഫാമിലി സ്റ്റാറ്റസിൽ നിന്നുള്ള കുട്ടികളായിരിക്കാം കൂടുതലും ഇതിലേക്ക്, ലഹരിയിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അപ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്ന് ആ സന്തോഷം കിട്ടാണ്ടാവുമ്പോൾ അവർ പുറമേക്ക് അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് അവർ നോക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അപ്പോൾ ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഫസ്റ്റ് തുടങ്ങാൻ നമുക്ക് സിഗരറ്റ് വലിയായിരിക്കും അല്ലേ? ഇപ്പോൾ കോമൺ ആയിട്ട് കാണാണ്, ഇപ്പോൾ ബസ് സ്റ്റാൻഡിലും വേറൊരിടത്തൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കാണാം ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും മറ്റൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന കൂട്ടം കൂടി നിന്നിട്ട്. ആദ്യം ഒരു സിഗരറ്റ് 4 പേരോ 5 പേരോ ആയിരിക്കും വലിക്കുന്നുണ്ടാവുക.
അതുമല്ല അവരൊരു സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഒരാൾക്കൊന്നുള്ള രീതിയിലേക്ക് പതുക്കെ അത് വളരും. ഇങ്ങനെ ചിലപ്പോ ഇത് വലിക്കുന്നത് എന്തായിരിക്കാം, ഒരു എന്താണെന്നറിയാൻ. അതായത് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മിക്കവരും സിഗരറ്റ് വലിച്ച് നടക്കുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഇതൊരു തെറ്റാണെന്ന് അവർക്കത് മനസ്സിലാവുന്നില്ല. എല്ലാവരും വലിക്കുന്നുണ്ടല്ലോ, എന്തേ അപ്പൊ ഇതിന്റെ ഒരു രസം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇതൊന്ന് അതിന്റെ ഒരു അനുഭൂതി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഫസ്റ്റ് ഇവരിത് ഒന്ന് തുടങ്ങാം. അപ്പോൾ സിഗരറ്റ് വലിച്ച് ഫസ്റ്റ് തുടങ്ങും. ഈ സിഗരറ്റ് വലിക്കുന്നവരെ നോട്ടമിട്ടുകൊണ്ട് മറ്റുള്ള റാക്കറ്റുകളൊക്കെ സമീപത്ത് ഉണ്ടാവുന്നുള്ളത് ഈ മക്കൾ അറിയുന്നില്ല. ഇനി നമ്മളുടെ മക്കളിൽ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു എന്നുണ്ടെങ്കിൽ, നമുക്കറിഞ്ഞു എങ്കിൽ നമ്മൾ എന്ത് വേണം, അവരോട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഫസ്റ്റ് തുടങ്ങുന്ന സിഗരറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഹാൻഡ്സ് അങ്ങനെയുള്ള ഈ ചുണ്ടിന്റെ സൈഡിലൊക്കെ വെക്കുന്ന ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു ഉള്ളത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതിനോടൊപ്പം പറ്റുമെങ്കിൽ ഒരു ക്യാൻസർ സെന്ററിലോ മറ്റോ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക മക്കൾക്ക്. ഇത് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ, ചുണ്ടിൽ ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ, വായിൽ ക്യാൻസർ എന്നുള്ളതൊക്കെ രീതിയിൽ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധം വരും, ഇല്ലേ? ആ ഒരു രീതിയിലൊന്നും എത്താതിരിക്കട്ടെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗരറ്റ് വലിക്കുന്ന കുട്ടികളെ നോട്ടം ഇട്ടുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ടാവും, മറ്റുള്ള റാക്കറ്റുകൾ, അതായത് മയക്കുമരുന്നും MDMA പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കത് വിറ്റുപോകണം, അവർക്ക് പൈസ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിനെ കൂടുതലായിട്ടും ഈ സ്റ്റുഡൻസിനെ ആണ് അവര് വലയം ചെയ്യുന്നത്. അപ്പോ ഈ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും വാങ്ങരുതെന്നും, പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുതെന്നുള്ള ഒരു ശക്തമായ നിർദ്ദേശം നമ്മൾ മക്കൾക്ക് കൊടുത്തിരിക്കണം. ഇനി എന്തെങ്കിലും തന്നാൽ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരാനും നമ്മൾ കുഞ്ഞു മക്കളെ മുതൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിരിക്കണം. മിഠായി രൂപേണ ആയിരിക്കാം കൊടുക്കുന്നത്. ആ മിഠായി അത് ഒരു ദിവസം ഫ്രീ ആയിട്ട് കൊടുത്തു, 2ന്റെ അന്നും ഫ്രീ ആയിട്ട് കൊടുത്തു, 3ന്റെ അന്ന് ഫ്രീ ആയിട്ട് കൊടുത്തു, 4ന്റെ അന്ന് പൈസ ചോദിക്കും. അതായത് ഫസ്റ്റ് ദിവസം നമ്മളത് തിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് പിറ്റേ ദിവസം ആ ഒരു സമയമാവുമ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് കഴിക്കുമ്പോഴാണെങ്കിലോ നമുക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എനർജി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കത് വീണ്ടും ആ ഒരു മിഠായി കിട്ടാനുള്ള ആഗ്രഹം, ആ ഒരു ആസക്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരത് തേടി പിടിച്ച് അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് പിന്നീട് ഇത് പൈസ ചോദിക്കലാവും. പൈസ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഓരോന്നും കളവ് പോവലാവാം, മറ്റുള്ള സാധനങ്ങൾ വിൽക്കലാവാം. അങ്ങനെയെല്ലാം മക്കള് പലതരത്തിലും പൈസ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അവിടെ ഫീസ് കൊടുക്കാനുണ്ട്, ഇവിടെ ഫീസ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്നതിന് വേണം, എനിക്ക് ഇന്നത് മേടിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും നിരീക്ഷിക്കുക, അവരുടെ കൂട്ടുകാരന്മാരെ നിരീക്ഷിക്കുക. ഇതിൽ നിന്നുള്ള ഇവരെന്തിനാണ് പൈസ ചോദിക്കുന്നത്, ഇവരൊരു വീട്ടിൽ വരാൻ നേരം വൈകുമ്പോൾ എന്താണ് കാരണം, അതെല്ലാം നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. എത്ര നല്ല മക്കളായാലും നമ്മൾ അവരുടെ മേലൊരു നിരീക്ഷണം ഉണ്ടെന്ന് നമ്മളെ മക്കളെ മനസ്സിലാക്കിയെടുക്കണം. അവർക്ക് ഒരു മോറൽ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് മാതൃകയായിരിക്കണം. ഇത് പാരൻസ് കള്ളു കുടിക്കുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളത് ഉപയോഗിച്ചിട്ട് മക്കളോട് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നുള്ളത്. അതിനോടൊപ്പം മക്കൾക്ക് അവര് ഇത് ഉപയോഗിക്കരുത്, അവരെ നിരീക്ഷിക്കുന്നതിന്
കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മക്കള് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, ഇല്ലേ? ആ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ എന്തുണ്ട് കാര്യം? അവരോടുള്ള സ്നേഹവും ഒപ്പം ഒരു ആത്മബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മക്കളുടെ അടുത്ത് പറയണം, തിരിച്ചു വരുമ്പോഴും ഉമ്മച്ചിനെ അല്ലെങ്കിൽ അമ്മനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണം എന്ന് പറയും. അതായത് നമ്മളുടെ മക്കള് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു കെട്ടിപ്പിടുത്തത്തിലും ഉമ്മ വെക്കലും കൂടി ആവുമ്പോൾ നമുക്കത് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ അത് നമ്മളുടെ മക്കളിൽ നമ്മൾ നോക്കാം. അതുപോലെ തന്നെ അവരുടെ ബാഗ് ആയിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. ആ ഒരു കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരുടെ ബാഗിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രസ്സിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ ഇതൊക്കെ റൂമിലൊക്കെ നമ്മളൊന്ന് എന്തായാലും ചെക്ക് ചെയ്യാം. മറ്റുള്ള തരത്തിലുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ നമ്മളെ മക്കള് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഫ്രണ്ട്സിന്റെ കൂടി കൂടുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കളിയാക്കുന്നതോട് കൂടി ചിലപ്പോൾ ചെയ്തു നോക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഉണ്ടല്ലോ കോളേജിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഫിലിം ഇൻഡസ്ട്രി ശരിക്കും അതിനെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. പല മൂവികളും കാണിക്കുന്നത് കള്ളു കുടിച്ചിട്ട് കോളേജിൽ ചെല്ലുന്നതും ക്ലാസ്സിലിരിക്കുന്നതും അങ്ങനത്തെ തരത്തിലുള്ള മൂവികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതും കുട്ടികളെ വളരെയധികം സ്വാധീനം ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും അതൊരു ഇതെന്താണ് ചെയ്യാന്നുള്ള ഒരു ആവേശം അവരിലും ഉണ്ടാക്കിയെടുക്കണം ചെയ്യുന്നത്. ഇപ്പോ ഒരുവിധം സിനിമകളിലും അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ അവർക്കും അതൊരു ഉത്സാഹമാണ് എന്താണ് എന്നറിയാനുള്ള. ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അത് എന്താണ് അതിന്റെ രസം എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് അഡിക്ഷനായി തീരും എന്നുള്ള ബോധം അവർക്ക് അപ്പോൾ തോന്നണമെന്നില്ല. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉന്മാദത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. മോറൽ വാല്യൂസ് എപ്പോഴും മുറുകെ പിടിക്കാനായിട്ട് പറയാം. മോറൽ വാല്യൂസ് മുറുകെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഏതൊക്കെ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായാൽ പോലും അവരൊരിക്കലും അതിലേക്ക് അകപ്പെടില്ല. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ എന്താ പറയാ, ചുറ്റുപാടുകൾ അതിന് സമ്മതിക്കണം എന്നില്ല, അല്ലെ? ചുറ്റുപാടുകളിൽ നിന്ന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇപ്പോൾ രീതിയിലുണ്ടാവാം. ഇപ്പോഴത്തെ യുവ നടന്മാരിൽ ചില ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ കാണാം, അവരൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെ യൂസ് ചെയ്തിരുന്നു, വളരെ ഉത്സാഹത്തിലും വളരെ രീതിയിലൊക്കെ പറയുമ്പോൾ കുട്ടികൾ വിചാരിക്കുകയാണ് അയാൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നു, ഇപ്പോഴും നല്ല നിലയിൽ നല്ല ഉയർന്ന നിലയിലെത്തി, സമൂഹത്തിൽ എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നു, അത് കേട്ടുള്ള കമന്റുകൾ വരുന്നു. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരെയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഇന്റർവ്യൂകളിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്റർവ്യൂകൾ മക്കൾ കാണാണ്. കോളേജ് കുട്ടികളായിക്കോട്ടെ, എല്ലാ ചെറിയ മക്കളായിക്കോട്ടെ, എല്ലാവരും ഈ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ ആള് സത്യസന്ധമായിട്ട് മറുപടി പറയുന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനത്തെ ഇന്റർവ്യൂകളൊക്കെ വരുമ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, ഇപ്പൊ അതൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ചെയ്തിട്ടും ആൾ ഈ ഒരു ലെവലിൽ എത്തിയാലോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കാം കുട്ടികൾ. എപ്പോഴും കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം കുട്ടികൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു യോയോ അല്ലെങ്കിൽ കുറച്ച് ഷോ കാണിക്കാനാണ് കുട്ടികളെ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമാണ് യൂസ് ചെയ്യാന്നാണ് നമ്മൾ കരുതിയിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കഥയാണ്. അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഒരു കള്ളുടിയനായിട്ട് കുറച്ച് അടുപ്പം. അപ്പൊ എന്താണ് ചേട്ടാ ഇതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ആ കുട്ടിക്ക് എല്ലാ ദിവസവും ഞാനാണ് മേടിച്ചു കൊണ്ട് കൊടുക്കുന്നതെന്ന്, കള്ള് മേടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ആ കുട്ടി കഴിക്കുന്നത്. അതാരും അറിയുന്നില്ല. അതെങ്ങനെയാണ്? ഇപ്പോഴത്തെ സ്റ്റീൽ ബോട്ടിലില്ലേ, സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകണ സ്റ്റീൽ ബോട്ടിൽ, അതിലൊഴിച്ച് വെച്ചിട്ടാണെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്ത് കാര്യം ഉപയോഗിക്കുമ്പോൾ പറയും അത് ആൺകുട്ടികളാണ് ലഹരിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. സിഗരറ്റ് ആയിക്കോട്ടെ, മയക്കുമരുന്ന് ആയിക്കോട്ടെ, മദ്യപാനം ആയിക്കോട്ടെ, എല്ലാം കൂടുതലും ആൺകുട്ടികളിലാണ് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കോമൺ ആയിട്ട് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഉള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോ ആർക്കൊരു മടിയില്ല ആരുടെ മുന്നിലും എങ്ങനെ വേണമെങ്കിലും ഇതൊന്നും യൂസ് ചെയ്യാൻ. പാർക്കുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ ചെന്നാൽ നമുക്ക് കാണാം, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളെല്ലാം കൂട്ടമായിട്ട് നിന്ന് ഇത് സിഗരറ്റ് വലിക്കുന്നതും, ടൂർ പോകുമ്പോഴായാലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റും എന്നുള്ളത് തെളിയിക്കാനാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ലഹരി ഉപയോഗം എന്ന് വെച്ചാൽ അത് നമ്മൾ സയന്റിഫിക് ആയിട്ട് വരുമ്പോൾ അവർക്ക് അതിൽ എന്താണ് സന്തോഷം കിട്ടുമെന്ന് പറയുമ്പോൾ, ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പോമിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം, അതായത് നമ്മുടെ ഹാപ്പിനെസ് എക്സ്ട്രീം ലെവലിലേക്ക് ആക്കുകയാണ് ചെയ്യുക. അത് എക്സ്ട്രീം ലെവലിലാകുമ്പോൾ നമുക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. ഒരു സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. അതാണ് നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും തോന്നാണ്, അത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. അപ്പോൾ നമ്മളുടെ സന്തോഷം കിട്ടിയത് ആ കാര്യം യൂസ് ചെയ്തപ്പോഴാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് തോന്നുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഡോപ്പോമൈൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള വേറെയും കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് അതിൽ നിന്ന് പതുക്കെ പതുക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് അവരുടെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പതുക്കെ പതുക്കെ അവരുടെ അതിൽ നിന്ന് മോചിതനാക്കണം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അവരുടെ ചേർത്ത് പിടിക്കലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരും കൂടി അവർക്ക് ഉണ്ടാവും ആഗ്രഹം, ഇത് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്കത് സാധിക്കണമെന്നില്ല. അത് സാധിക്കാതെ വരുന്നത് അവർക്കൊരു ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അവരുടെ ആഗ്രഹവും അതിനൊപ്പം കൂടെ നിർത്താൻ പറ്റിയ ഒരു ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവരുടെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് മോചിതനാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ആ ഒരു ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലഹരി ഉപയോഗിക്കുന്നതിൽ മാത്രമല്ല, നമ്മളുടെ അവരോട് ചേർത്ത് പിടിക്കല്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സംസാരിച്ചിരിക്കുമ്പോഴും ഒരു ടൂർ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കും. അതുപോലെ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ, നീ ഇപ്പോൾ അത് ഇപ്പോൾ നന്നായിട്ട് സിഗരറ്റ് വലിച്ചിരുന്ന ആളെ നമുക്ക് പതുക്കെ പറയാം, നീ ഇന്നിപ്പോൾ കുറച്ചല്ലേ വലിച്ചത്, നീ നന്നായി അത് നോക്കി, നിന്നെ കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും അവർക്ക് എന്നെ കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. അപ്പോഴും അവർക്കത് അവര് കൂടെ നിന്നുകൊണ്ട് പറയാം, നിന്നെ കൊണ്ട് അത് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ അതിൽ നിന്ന് മോചിതനാക്കാനായിട്ട് ശ്രമിക്കാം. മെഡിറ്റേഷൻ കൊടുക്കാം. നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, ആ ഒരു ആൾക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ അഡിക്ഷൻസ് എല്ലാം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും ഒരു കള്ള് കുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആളെടുത്ത് ഫസ്റ്റ് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നില്ല. നമ്മൾ പറയും എന്താ, നമുക്കൊരു എന്തോട്ട് പറയാം, ഒരു
ഷുഗർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ പ്രഷർ ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ പോവും. എന്ത് രോഗം വന്നാലും പോവും. പക്ഷെ അതുപോലെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്നും പോവില്ല നമ്മൾ ഡോക്ടറെ അടുത്ത്. ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോവാതെ അതിങ്ങനെ ആരോടും പറയാതെ വെച്ചുകൊണ്ടിരിക്കും. അത് കൂടുതൽ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങും. ഇപ്പൊ ഒരു പ്രഷർ ഉള്ള ഒരു ആളാണെങ്കിലും ഷുഗർ ഉണ്ടെങ്കിലും ഒക്കെ നമ്മളോടത്ത് ഡോക്ടർ എന്താ പറയാ, അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടേ സാധിക്കൂ. അങ്ങനെ ലൈഫ് ലോങ് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്നാ പറയാം. അതുപോലെ പക്ഷെ അഡിക്ഷനെ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും. അതിന് അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടി വളരെ നല്ലൊരു ജീവിതം കഴിക്കാനായിട്ട് സാധിക്കും. ഈ അഡിക്ഷൻ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇങ്ങനെയുള്ള അഡിക്ഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് ആവശ്യം ഉണ്ടാവുള്ളായിരിക്കും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോയി നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവശ്യം ഉണ്ടാവില്ല. ഒരു കൗൺസിലറോ സൈക്കോളജിസ്റ്റോ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ചെയ്യാതെ വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വഷളാവുമ്പോൾ നമ്മൾക്ക് പിന്നെ റീ അഡിക്ഷൻ സെന്ററിലേക്കും പിന്നെ അവിടെ നിന്ന് മറ്റുള്ള രീതിയിലേക്കും പോകേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളത് മനസ്സിലാക്കി അതിന് വേണ്ട തെറാപ്പികളും എല്ലാം കൊടുക്കുകയാണെങ്കിൽ, മെഡിറ്റേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചിതനാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ക്ലാസ് എന്നതിലുപരി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു സമൂഹത്തിനെ മുന്നോടിയായി കണ്ടുകൊണ്ട്, ഈ ഒരു കാലഘട്ടത്തിന് മുന്നോടിയായി കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചത് അഡിക്ഷനെ കുറിച്ചാണ്, കുട്ടികളിലാണ്. അതെ, കുട്ടികളിലെ അഡിക്ഷനെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത്. മൊബൈൽ അഡിക്ഷനും ലഹരി ഉപയോഗവുമാണ് കൂടുതലും ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ.